നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ചീവട എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവിൽ വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് പൊരി വെച്ചിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചുവടുകെട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. എല്ലാം കൂടി ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് പംകിൻ സീഡാണ്. മത്തങ്ങയുടെ കുരു എടുത്ത് ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഓപ്ഷണലാണ്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്നും ഒഴിക്കണ്ട, നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സറിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന മത്തങ്ങയുടെ കുരു എടുത്ത് നന്നായി ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് 2 ദിവസം ഒന്ന് ഉണക്കിയെടുത്താൽ മതി. പൊട്ടി വരും. അപ്പോൾ ഇത് ഇത്രയും ആയാൽ മതി. നമ്മളിനി വീണ്ടും ഈ മിക്സ്ചറിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ആയിക്കോളും. ഇത് ഒരുവിധം ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്കിത് മാറ്റാം. അടുത്തത് റോസ്റ്റ് ചെയ്തെടുത്ത് വയ്ക്കാൻ പോകുന്നത് മക്കാനയാണ്. മക്കാന, ലോട്ടസ് സീഡ്, താമരയുടെ വിത്താണിത്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ടും കഴിക്കുന്ന ഒരു സാധനമാണ്. പ്രോട്ടീൻ റിച്ച് ആണിത്. ഇതിന് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. മക്കാന എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലോട്ടസ് സീഡ് എന്ന് നോക്കിയാലും കിട്ടും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇത് നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് ഈ മക്കാന. ഒരു ഹെൽത്തി സ്നാക്കാണ്. നല്ല ക്രിസ്പാണ്. കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിയണത് അറിയില്ല, നല്ല ക്രിസ്പി ആയതുകൊണ്ട്. ഇത് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇതൊക്കെ കൂടി നമ്മൾ ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആദ്യം ഇട്ട് വറുത്തെടുക്കുന്നത്. ഇപ്പം നന്നായിട്ടായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കില്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. കിട്ടുകയാണെങ്കിൽ മക്കാനെ ചേർത്താൽ നല്ലതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ചേർത്താലും മതി വേണമെങ്കിൽ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല നെയ്യാണെങ്കിൽ എപ്പോഴും നെയ്യ് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. വാങ്ങുന്നത് നല്ല നെയ്യാണെങ്കിൽ കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ചേർക്കുന്നത് 2 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇനി ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. വറുക്കാത്ത കപ്പലണ്ടി ഒരു 1.5 കപ്പ് കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാം. അപ്പോൾ ആ വെളുത്തുള്ളിയും കപ്പലണ്ടിയും നാളികേരക്കൊത്തും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണത്. ഇതിലേക്കൊരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്തിൻ്റെ ഒക്കെ കളർ മാറി വരും. അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടിയും ഒന്ന് പൊട്ടി വരും. കാഷ്യൂനട്ടും സ്ലൈറ്റായിട്ട് കളർ മാറി വരും. ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കരിയാതെ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് കഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊരി ചേർത്ത് കൊടുക്കാണ്. ഇതിപ്പോൾ 3 കപ്പ് പൊരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിരുന്ന റോസ്റ്റ് ചെയ്ത മക്കാന കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. മത്തങ്ങയുടെ കുരു കൂടി ചേർക്കുകയാണ് ഞാൻ. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വേണമെന്നുള്ളവർക്ക് മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അതും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീവ്ഡ അല്ലെങ്കിൽ മിക്സ്ചർ റെഡിയായി. വളരെ സിമ്പിളാണ് കണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 2-3 മാസം വരെ വേണമെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ കേടാവാതെ ഇരുന്നോളും. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്തു വയ്ക്കാനായിട്ട്. നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അതെ. നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡിയായി. കണ്ടില്ലേ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് നാൾ കേടാവാതെ ഇരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രാവലൊക്കെ പോകുമ്പോൾ കൈ പിടിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.